നിറങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുകയായിരുന്നു റിഫ്ലക്ഷൻ എന്ന പേരിൽ സംഘടിപ്പിച്ച ചിത്ര പ്രദർശനം. ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രദർശനത്തിൽ ആനുകാലിക വിഷയങ്ങളാണ് ചർച്ചയായത്. ആധുനിക പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിലെ സ്ത്രീകളുടെ ഇടങ്ങൾ അവരെന്താണ് എന്നുള്ളൊരു അന്വേഷണമാണ് ഇതിലുണ്ടായത്. ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള കുടുംബത്തിൻ്റെ വ്യവസ്ഥിതി, സ്വത്തവകാശം, വിഭവ ഉടമസ്ഥത, അതൊക്കെ സ്ത്രീകളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നുണ്ട്. ഒരു ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ആദ്യം ശ്രമിക്കേണ്ടത്. അപ്പോൾ അതായത് ഓരോ സ്ത്രീകളും അവരുടേതായിട്ടുള്ള ക്രൈസിസിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള തൊഴിലിടങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 100-ലധികം ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ. പ്രമുഖരായവർക്കൊപ്പം തുടക്കക്കാരുടെ ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട്. ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന പണത്തിന്റെ ഒരു ഭാഗം ചാരിറ്റി പ്രവർത്തനത്തിനായും നീക്കിവെച്ചിട്ടുണ്ട്. 10 വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പുകളും ഷോയും ഒക്കെ ചെയ്യുന്നുണ്ട്. വിറ്റുപോകുന്ന ചിത്രങ്ങളോട് നിശ്ചിത ശതമാനം പിടിച്ചിട്ടാണ് ഞങ്ങൾ ചാരിറ്റി ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിൽ, വലിയ രീതിയിലല്ല. 2018 ആ പ്രളയത്തിൻ്റെ സമയത്ത് ഞങ്ങളൊരു 30 ചിത്രകാരന്മാരെ ഉൾപ്പെടുത്തി കോലഞ്ചേരിയിലൊരു ക്യാമ്പ് നടത്തി. ആ ക്യാമ്പിൽ വരച്ച ചിത്രങ്ങൾ വിറ്റഴിച്ച് 50,000 രൂപ മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ കൊടുക്കുകയുണ്ടായി. പിന്നീട് അതിനുശേഷം വന്ന എല്ലാ ക്യാമ്പുകളിലും ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇത്തിരി പൈസയൊക്കെ എടുത്തിട്ട് ക്യാമ്പ് ചെയ്യും. ആ ചിത്രങ്ങൾ ഇവിടെ പ്രദർശനം നടത്തി വിറ്റ് കിട്ടുന്ന പൈസയുടെ ഒരു നിശ്ചിത ശതമാനം പിടിച്ചിട്ടാണ് അടുത്ത ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുക. മറ്റ് കലാരൂപങ്ങളിൽ നിന്നും ചിത്രകല വ്യത്യസ്തമാകുന്നതും ചില പ്രത്യേകതകൾ കൊണ്ടാണ്. ഒരു ചിത്രം ചെയ്യുക എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാഴ്ചക്കാരായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അത് ഓരോരുത്തരുടെയും ആ സമയത്ത് മാനസികമായിട്ടുള്ള ഓരോ കാര്യങ്ങളാലായിരിക്കാം. ചിത്രകാരൻ ചിന്തിച്ചേക്കാളിലും അപ്പുറം കാഴ്ചക്കാരന് ചിലപ്പോൾ ചിന്തിക്കാൻ സാധിക്കും. ചിത്രകല എന്ന് പറയുന്നത്, ശില്പകല, വാസ്തുകല എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം അത് വായിക്കാനായിട്ട്. അപ്പോൾ ചിത്രത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത ചിത്രവായന എന്ന് പറയുന്നതാണ് സഹൃദയനിൽ വന്ന് നിൽക്കുന്നത്. 10 വർഷത്തിനിടെ ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 9ാമത്തെ പ്രദർശനമാണ് ഇത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.